പ്രൈസ് ലോർഡ്. വിശുദ്ധ പൗലോസിലെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-16 വാക്യം. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുക. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഒറീസയിലേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. വെള്ളിയാഴ്ച രാത്രി ഞാൻ കിടക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതായിരുന്നു. ഒറീസയിലെ കട്ടക്കിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ക്രൈസ്റ്റ് നഗറിൽ വൈകിട്ട് 6:30 കുർബാനയുണ്ട്. അപ്പോൾ ഈ 6:30 കുർബാനയിൽ പങ്കെടുക്കാം. രാവിലെ ഈ തണുപ്പത്ത് നല്ല മഴയുള്ള സമയമാണ്. എന്തിന് ഇടവപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോകണം? ഇടവപ്പള്ളിയിൽ 2 കുർബാനയുണ്ട് രാവിലെ, ഒന്ന് 6 മണിക്ക്, ഒന്ന് 7:15. അപ്പോൾ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാലും അവിടെ വൈകിട്ട് 6:30 കുർബാനയുള്ളതല്ലേ, നിങ്ങൾ നടന്ന ചൈന മുന്നേ അവിടെ എത്തുകയും ചെയ്യും. അപ്പോൾ അതിൽ പങ്കെടുക്കില്ല നല്ലത്. ഇങ്ങനെ ഒരു ഉപദേശം, ഒരു ചിന്ത മനസ്സിലേക്ക് വരാണ്. നോക്കുമ്പോൾ അത് നല്ലതാണ്. ഇത്ര അതിരാവിലെ എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമില്ല. നല്ല തണുപ്പും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയൊരു സമയം. പക്ഷെ അധികം താമസിയാതെ തന്നെ ഒരു പ്രേരണ കിട്ടാണ്. വൈകിട്ട് കുർബാനയുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ നീ ശനിയാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് തന്നെ നീ പോകണം. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്ത്, ശരി, രാവിലെ കുർബാനയ്ക്ക് പോകാം. അടുത്ത ദിവസം രാവിലെ 5:20 അലാറം വെച്ച് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇനി കുറച്ചുകൂടി സമയമുണ്ടല്ലോ, 6 മണിക്ക് കുർബാനയ്ക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് കിടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അലാറം ഓഫ് ചെയ്ത് ഞാൻ അവിടെ കിടന്നു. പിന്നെ എഴുന്നേൽക്കുന്നത് 6:30 അപ്പോൾ പിന്നെ ഒരു ഇനി പോകണ്ട, ഏതായാലും വൈകിട്ട് പോവാം, ഈ നല്ല തണുപ്പ്, ഇപ്പോൾ ഉറങ്ങിക്കൂടെ എന്നുള്ളൊരു. അപ്പോൾ തന്നെ മനസ്സിൽ വരുന്നൊരു ചിന്ത ഇതാണ്. ഉടനെ എഴുന്നേൽക്ക്, ഡ്രസ്സ് മാറും. ഞാൻ ഡ്രസ്സ് മാറി കുറച്ച് നേരം മെയിൻ ഹാളിൽ ഇങ്ങനെ ഇരുന്നു. പോകണ്ടേ എപ്പോഴും ഇങ്ങനെ പറയുന്നത് നിർബന്ധിക്കണം, കുർബാനയ്ക്ക് എന്നുള്ളൊരു അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് പോയി. 7:15 കുർബാനയിൽ പങ്കെടുത്തു. ഡാഡിയുടെ കുഴിമാടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങളുടെ എയർപോർട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. 12 മണിയോടുകൂടിയൊക്കെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് 12:15 ആയപ്പോഴേക്ക് ഞങ്ങളവിടെ ചെന്നിരിക്കുകയാണ്. ബോർഡിങ് തുടങ്ങേണ്ട സമയം 12:30 പക്ഷേ ബോർഡിങ് സ്റ്റാർട്ടാവുന്നില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് ബോർഡിങ് തുടങ്ങാത്തത് വിചാരിച്ച് ചെന്ന് അന്വേഷിക്കും. പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ഒരു 10 മിനിറ്റ് ഡിലേ ഉണ്ട്, ഉടനെ തന്നെ സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് 1:25 ഫ്ലൈറ്റ് സ്റ്റാർട്ടാവേണ്ടതാണ്, പക്ഷെ ബോർഡിങ് തുടങ്ങേണ്ടത് 1:25. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചു ഇത് കുഴപ്പമില്ല, അവർ ഫ്ലൈയിങ് അവേഴ്സിൽ എങ്ങനെയും കവർ ചെയ്യും. പിന്നെ 1 മണിക്കൂറിന് മേലെ അവിടെ ലേ ഓവർ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ആ കണക്ഷൻ ഫ്ലൈറ്റ് ഹൈദരാബാദിൽ നിന്നുള്ളത് നഷ്ടപ്പെടില്ല, പോകാൻ പറ്റുന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ 4:25 4:15 ഈ നമ്മുടെ 4:20 ഹൈദരാബാദിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ്. ഞങ്ങളവിടെ ഇറങ്ങണത് 4:20. ഞങ്ങൾക്ക് ആ ഫ്ലൈറ്റ് കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്ത് തന്നു. അത് 8:45 അവിടെ നിന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഫ്ലൈറ്റ് ചെന്ന് ഞങ്ങൾ ഈ ക്രൈസ്റ്റ് നഗറിൽ എത്തേണ്ട ഏകദേശം ഒരു 11 മണിയാവും. ഇനി നമുക്കൊന്ന് തിരിച്ച് ചിന്തിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എനിക്ക് തന്ന ചിന്ത എന്തായിരുന്നു, എനിക്ക് തന്ന ഉപദേശം എന്തായിരുന്നു? ഇതൊക്കെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, പുറത്തുനിന്ന് വന്നല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ചെല്ലുന്ന ചിന്തകളായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് നിനക്ക് ക്രൈസ്റ്റ് നഗറിൽ കുർബാന ഉണ്ട് 6:30. എന്തിന് രാവിലെ കുർബാനയ്ക്ക് പോകണം? നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന സമയമല്ലേ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ചിന്ത വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ തരുന്നത് എന്ത്? നീ രാവിലെ കുർബാനയ്ക്ക് പോകണം എന്നുള്ളത്. ഈ വെള്ളിയാഴ്ച രാത്രി കിടക്കാൻ പോകുമ്പോഴോ ശനിയാഴ്ച രാവിലെയോ ഈ ഫ്ലൈറ്റ് ഡിലേ ആവുമെന്നോ കുർബാന നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നോക്ക്, നല്ല ഒരു ആത്മാവിൻ്റെ പ്രേരണ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിന്ത എന്തായിരുന്നു? കുർബാനയിൽ പങ്കെടുക്കണം. വചനം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ആത്മാവ് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. മറ്റൊരു വചനമുണ്ട് യെശയ്യായുടെ പുസ്തകത്തിൽ, നിങ്ങൾ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ നിങ്ങളുടെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ നടക്കുക. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമുക്ക് വ്യാപരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമായി തീരും. ഗലാത്യ 5:16 ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമുക്ക് വ്യാപരിക്കാം. ആമേൻ.